ഈ കുറെ നേരം കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചു, ഇങ്ങനെ പന്നിയുണ്ടെന്ന് പറഞ്ഞിട്ട്. വയനാട്ടിലെ കർഷകരെ ഇത്രയും കഷ്ടപ്പാടെന്ന് പറഞ്ഞാൽ രാത്രി ആനയും പന്നിയും താണ്ഡവമാടുന്ന വയലിലാണ് നമ്മൾ കൃഷിയെടുത്ത് രാത്രി കാവല് നോക്കി കൃഷിയെടുക്കുന്നത്. അതിൻ്റെ ബുദ്ധിമുട്ട് എത്രയാണെന്നുള്ളത് അത് അനുഭവിച്ചവർക്കേ മനസ്സിലാവുള്ളൂ. കാരണം നമ്മൾ നല്ല അരിയിലെ ചോറ് കഴിക്കണമെങ്കിൽ അതുപോലെ കഷ്ടപ്പെട്ടിട്ടാണ് ഇത് ചെയ്യുന്നത്. രാത്രി മുതൽ രാവിലെ വരെ ഇങ്ങനെ കൊട്ടിക്കൊണ്ടിരിക്കണം, പന്നി വയലിൽ ഇറങ്ങാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. നിൽക്കൂടെ രാവിലെ വരെ? അയ്യോ, വെളുപ്പത്ത് രാത്രി എന്നിട്ട് രാവിലെ വരെ നിൽക്കും ഫുള്ള്. കഷ്ടപ്പാട് തന്നെ അല്ലേ, അല്ലാണ്ട് രക്ഷയില്ലെന്നേ. ഇത് നെല്ല് നിങ്ങളാ മൊത്തം? ഇതിങ്ങനെ എല്ലാം പന്നി വന്നിട്ട് ഇതാക്കി പോകൂല്ലേ? ഇന്നലെ ഞാൻ രാവിലെ 5 മണിക്ക് എനിക്കൊരു ഓട്ടം ഉണ്ടായിരുന്നു, 5-6 മണിക്ക്. ഞാൻ പടക്കം എടുത്തിട്ട് നേരത്തെ പോയി 5:30. ഞാൻ പോയി പുൽപ്പള്ളി എത്തി കുറെ നേരം കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചു, ഇങ്ങനെ പന്നിയുണ്ടെന്ന് പറഞ്ഞിട്ട്. നെറ്റ് കിട്ടിയേക്കുന്നതുകൊണ്ട് പന്നിക്ക് തിരിച്ചു കയറി പോകാൻ പറ്റാണ്ടായിപ്പോയി. പിന്നെ അതിലെല്ലാം ഊടുപാട് ചാടി ഇവിടെ കണ്ടത്തിൽ കുറച്ച്. ഇതിപ്പോ ചേട്ടന് സ്വന്തം വീട്ടാവശ്യത്തിനാണോ അതോ? അല്ല, ഇത് ഞാൻ കൊടുക്കാനല്ലേ. എനിക്ക് അക്കരെ പണിയുണ്ടോ? ഓട്ടോറിക്ഷ ഉണ്ട്, പുൽപ്പള്ളി ഓടിക്കാൻ. അല്ലാണ്ട് അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്ന് നോക്കും. രാത്രി മനസ്സിലായില്ല നിങ്ങൾ ആരാ? ഞാൻ കാവൽക്കാരാന്ന് വിചാരിച്ചിട്ടാ. നമ്മള് പത്തിരുള്ളായിരുന്നു. ഞങ്ങൾ പത്തിര. ഞങ്ങളിപ്പോ ഇവിടെ എന്റെ അച്ഛൻ്റെ അനിയനാണ്, മറ്റേ മൂപ്പര് പ്രസാദ്. പ്രസാദ്. അവിടെ വന്നേ മൂപ്പര അവിടെ. അക്കരെ ഉണ്ടായിരുന്നോ? ഞങ്ങള് അപ്പുറത്തെ വീട്ടില്. അതിന് തൊട്ടപ്പുറം എന്റെ വീട്. തൊട്ടപ്പുറത്തെ വീടാ. അതിന്റെ അപ്പുറം രവിയേട്ടന് നേരെ ഓപ്പോസിറ്റ് ഉള്ള വീടില്ലേ? നേരെ കടന്റെ. കൊട്ടൊന്നും കാണാൻ പറ്റില്ല. അത് വയലിൽ ഇറങ്ങാണ്ട് നമ്മൾ അങ്ങനെ പരമാവധി നോക്കലാ. ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇത് കയറി പോകാൻ ഭയങ്കര പാടാ. അതിലെല്ലാം ഓടിയിട്ടേ ചവിട്ടി നാശായി കളയും കേട്ടോ. പൈസ ഇടയ്ക്കിടയ്ക്ക് വന്ന് ഇത് മുട്ടും ഇങ്ങനെ റൗണ്ടിൽ എങ്ങനെ വരും. പിന്നെ അങ്ങനെ പോകും. പന്നി ഇറങ്ങിയാൽ ഈ നെല്ലെന്താ ചെയ്യാ? പന്നി ഇറങ്ങിയ നെല്ല് ചവിട്ടി കൂട്ടി ഒറ്റയ്ക്കാണെങ്കിൽ പറമ്പേ കൂടി ഇങ്ങനെ പോകും. ഇല്ലെങ്കിൽ കൂട്ടാണെങ്കിൽ വയലിലിറങ്ങി മൊത്തം ചവിട്ടി കൂട്ടി. അത് ശരി. ഇത് അവര് കഴിക്കൊന്നുമില്ല അല്ലേ? അവര് തിന്നും. ഇങ്ങനെ ഈ സൈഡിലേക്ക് തൂങ്ങി നിൽക്കുന്ന കതിരുണ്ടോ? ഇത് ഏതാ ഇനേതാ? ഇത് വൽച്ചൂരി എന്ന് പറയും. വൽച്ചൂരി. നമ്മളിവിടെ ഇവിടെ കിട്ടുന്ന തൊണ്ടി, അത് ഇവിടെ ഇവിടെ കൃഷിയില്ല. ഇല്ല അല്ലേ? അപ്പൊ ഇവര് കൊടുക്കുന്ന തൊണ്ടിയോ എവിടുന്ന വരുന്നേ? അതൊക്കെ ഈ തൊണ്ടിയാന്ന് പറഞ്ഞ് കൊടുക്കുന്നെന്ന് മാത്രമേ ഉള്ളൂ. ശരി. ഒറിജിനൽ ഒന്നും അല്ലല്ലോ. 25 ഉറുപ്പിക കിലോന് വില. മറ്റേ ആനപ്പാറയല്ലേ? ആനപ്പാറ. ഞാൻ 25 ഉറുപ്പിക്ക് അരി കൊടുക്കുന്നത്. ശരി. നമ്മൾ 2 പുഴുക്ക് പുഴുങ്ങി കുത്തി. ഏതാ ഇതാണ് വൽച്ചൂരിയാ? എല്ലാ ശല്യമുണ്ട്. പകലെ കുരങ്ങ്, മയില്, രാത്രി ആന, പന്നി വിളിച്ച് പടക്കം വെച്ചിട്ടുണ്ട്. അപ്പൊ ആന വന്നാൽ ആ കമ്പി തട്ടി പടക്കം പൊട്ടൂല്ലേ? അപ്പൊ അവിടെ കഴിഞ്ഞ ദിവസം വന്നിട്ട് ഞാൻ വരെ അറിഞ്ഞിട്ടില്ല. അത് ശരി. ആന വന്ന് തിരിച്ചു പോയി. ആ കമ്പി തട്ടിയെ പൊട്ടു. കമ്പിയെ തട്ടി ഇത് ചവിട്ടി മറിക്കുമ്പോ ഈ കമ്പി വലിയും. അങ്ങനെ പടക്കം പൊട്ടും. അപ്പൊ സ്പാർക്ക് എവിടെ നിന്ന് കിട്ടും അതിന്? കല്ലിന്റെ അടിയിൽ കല്ല് വെക്കും, മേലെ കല്ല് തൂക്കിയിടും. അവിടെ വെച്ചിട്ടുണ്ട്. അവിടെയും ഇവിടെ ആ വഴി സൈഡിലുണ്ട്. നിങ്ങൾ നോക്കിയെടുത്ത് അതിന്റെ അപ്പുറം ഉണ്ട്. ശരി. അതിലങ്ങനെ അന്നേരം പൊട്ടൂല്ലേ? അപ്പൊ അറിയാലോ. ചേട്ടൻ നേരം വിളിക്കുന്നവരുണ്ടോ അവിടെ? ഞാൻ രാവിലെ ഇനി പടക്കം എടുത്തിട്ട് 6 മണിക്ക് പടക്കം എടുത്തിട്ടേ പോവുള്ളൂ. അയ്യോ. രാവിലെ ഓട്ടോറിക്ഷയിലും പോവും? പകൽ ഓട്ടോറിക്ഷ പോവും. അപ്പൊ അവിടെ ഒന്നും മറ്റേ ഇതൊന്നുമില്ല, മറ്റേ ട്രെഞ്ചൊന്നുമില്ല? ട്രെഞ്ചോ? ട്രെഞ്ചുണ്ട്, അതെല്ലാം തോർന്നു പോയില്ലേ. ഞാനിതെങ്ങനെ പോയിട്ട് അങ്ങനെ ആ വരുമ്പോഴേക്കും അങ്ങനെ വരും. അങ്ങോട്ട് നെല്ലിങ്ങനെ ചാഞ്ഞ് കിടക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആയിക്കോട്ടെ, ഞാനും കുഴപ്പമില്ല. നടക്കുന്നതിന് ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. പിന്നെ നമ്മള് ദൈവത്തെ വിചാരിച്ചിട്ട് ഇങ്ങനെ നടക്കുന്നു.
കടുവ ഉണ്ട് ഇവിടെ? കടുവ ഇപ്പൊ കുറെ ആയിട്ടൊന്നും കാണുന്നില്ല. പിന്നെ ഇവിടെ വയലിൽ നിന്നൊക്കെ പിടിച്ചിട്ടുണ്ട് പകലേ. കടുവേനെ? ആടിനെ. ആടിനെ പശുവിനെ അല്ല കുറെ ആയി. ഈ അടുത്തൊന്നും അങ്ങനെയുള്ള സംഭവം ഉണ്ടായിട്ടില്ല. ഇത് ഞാനിപ്പോൾ 13 കൊല്ലമായി ഓട്ടോറിക്ഷ കൊണ്ട് നടക്കുന്നത്. ഇതുവരെ ആയിട്ട് ഞാൻ എൻ്റെ മുമ്പിൽ കണ്ടിട്ടില്ല. അത് കാണാനൊരു ഭാഗ്യം വേണമല്ലേ? പുൽപ്പള്ളി മാനന്തവാടി റൂട്ടിലൊക്കെ രാത്രി 1 മണിക്കും 2 മണിക്കൊക്കെ പോയിട്ടുണ്ട്. പക്ഷെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഇവിടെയല്ലേ കഴിഞ്ഞ ദിവസം മറ്റേ ആനക്കുട്ടി റോഡിൽ? അത് തോൽപ്പെട്ടിയല്ലേ? തോൽപ്പെട്ടിയല്ല, അങ്ങോട്ടല്ലേ? കുട്ട. മഞ്ഞാണെങ്കിലേ ടോർച്ചടിച്ചാൽ ഒട്ടും പോകില്ല. അപ്പം മഞ്ഞ് കുറവായതുകൊണ്ട് അത് കുഴപ്പമില്ല. തണുപ്പുണ്ട് ഇവിടെ? തണുപ്പുണ്ട്. ഇതല്ലേ? ചേട്ടൻ്റെ പേരെന്താ? എൻ്റെ പേര് ദിനു. ദിനു. ഇത് എടുക്കാനായില്ലല്ലേ നെല്ലി? ഇല്ലില്ല. ഇനി 5 ദിവസം കൂടി കഴിയണം. 15 ദിവസമോ? 15 ദിവസം പിടിക്കും. ഇത് നാട്ടിയാണോ? അത് അതെ, ഇത് നാട്ടിയല്ല. നമ്മളവിടെ വിലയില്ല. അങ്ങനെ അവിടം വരെ ഉണ്ട്. നെറ്റ് വലിച്ച് അതവന് അതാ പടക്കം വെച്ച് കമ്പി കണ്ടോ? അവിടം വരെ അല്ലേ? പിന്നെ ഇതിലിങ്ങനെ അങ്ങോട്ട് പോയിട്ട് അങ്ങനെയാണ് പോകുന്നത്. നിങ്ങൾ അങ്ങോട്ട് പോകുന്നില്ലല്ലോ? അങ്ങോട്ട് അതിലേ പോകുന്നുണ്ടോ? സംരക്ഷിക്കാൻ വേണ്ടിയുള്ള നമ്മുടെ സംവിധാനമാണിത്. പടക്കം. ആന വന്ന് കമ്പിയെ തട്ടുമ്പോൾ കമ്പി അങ്ങോട്ട് വലിയും, ഈ കല്ല് താടിയിലേക്ക് വീഴും, പടക്കം പൊട്ടും. സിസ്റ്ററെ കണ്ടുപിടിച്ചത് ഇവിടെ നീക്കിക്കോണത്? മോനെ ആനോമ്പി ഒറ്റ പോക്ക് മനസ്സിലായി. അതെ, പക്ഷെ അതിനകത്ത് ഇറങ്ങാലോ. ഇനി പടക്കം വെക്കണം അതിൻ്റെ ഉള്ളിൽ. ഈ കല്ല് വെച്ചിട്ട് ഒരു ദിവസം ഞങ്ങൾ വയനാട്ടിലെ ചേകാടി എന്ന് പറയുന്ന സ്ഥലത്തുകൂടി രാത്രി ഒരു 12:30-1 മണി സമയത്ത് പോയി. അപ്പോഴാണ് വയലിൻ്റെ നടുക്കിരുന്ന ഒരു ചേട്ടൻ ചെണ്ട കൊട്ടണത്. അതെന്താണെന്നറിയാൻ വന്നതാണ് ഈ പുള്ളിയുടെ അടുത്തേക്ക്. അപ്പോഴാണ് കാര്യങ്ങൾ മനസ്സിലായത്.